കഴിഞ്ഞു പോയ തെയ്യക്കാലം എങ്ങനെയെന്നാൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയമാണ്. ഏവരും ഉറ്റുനോക്കിയ ഒരു തെയ്യക്കാലമാണ് മറ്റു തെയ്യക്കാലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു കഴിഞ്ഞു പോയ തെയ്യക്കാലം. അപ്പോൾ ഒരുപാട് ക്യാമറ കണ്ണുകളുടെ തള്ളിക്കയറ്റും, ഒരു ടൂർ പാക്കേജ് എന്ന രീതിയിൽ തെയ്യത്തെ മാറ്റി നിർത്തിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കോലധാരികൾ റീൽസിന് വേണ്ടി മാത്രം ഈ ഒരു തെയ്യം കെട്ടുന്നു, തെയ്യത്തിൻ്റെ വീഡിയോ എടുത്ത് റീൽസിലിട്ട് അതിലൂടെ ഫേമസ് ആകുന്നു, അതുപോലുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ കോലധാരികളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും അതുപോലെ തന്നെ ഈ വരുന്നവർക്ക് മനസ്സിലാകില്ല എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. കാരണം പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും ഇത് മനസ്സിലാകില്ല. അപ്പോൾ ഇനി വരുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ കോലധാരികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? ഇപ്പം കുറച്ച് കാലങ്ങളായിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടുകൂടി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. രണ്ട് ഭാഗമുണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രയാസമില്ല, പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പം നമ്മളെ നാട്ടിൽ മുമ്പ് കാലത്ത് നമ്മൾ കോലം സമയം അച്ഛന്മാർ അമ്മമാർ അല്ലെങ്കിൽ പ്രഗത്ഭന്മാരായ മറ്റുള്ള തെയ്യം ഒരുപാട് ആൾക്കാരെ തെയ്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിൽ വന്നിട്ട് അടുത്തുള്ള നാട്ടിൽ നിന്ന് വരെ വന്നിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സാഹചര്യം മാറി, വാഹന സൗകര്യമായി അങ്ങനെ വന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നത് ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് ദൈവത്തിനറിയാം, നമ്മുടെ ക്ഷേത്രം, അവിടെ ചിട്ടവട്ടങ്ങൾ, അടുത്ത അനുഷ്ഠാനം. നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തെയ്യം ഒരു കലാരൂപമല്ല, അനുഷ്ഠാന കലയാണെന്നാണ് പറയുക. കലാരൂപം അനുഷ്ഠാന കല എന്ന് തന്നെ, കല എന്ന് വന്നത് തന്നെ ഒരു ഫോക്ലോറിൻ്റെ വരവോടുകൂടി. അത്ര വരെ തെയ്യക്കാരി, കോലധാരി, കോലക്കാരൻ ഇങ്ങനെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. തെയ്യക്കാരൻ വന്നിട്ടുണ്ട്, കോലക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് തെയ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ട തെയ്യം അങ്ങനെയാണ്, നല്ലൊരു അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കുന്നവരാണ് ചുറ്റുവട്ടമുള്ളവരുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രതിഷ്ഠ എന്താണ്, അവിടെ ചെയ്യേണ്ട കർമ്മം എന്താണ്, അടുത്ത ദൈവം, തെയ്യം എന്ന് പറയുന്ന ആ ദൈവമാണ്. ആ ദൈവത്തിനെ കാണാനാണ് ഇവരെല്ലാം വരുന്നത്, അങ്ങനെ അനുഗ്രഹം വാങ്ങാൻ. ആ ഒന്നോ രണ്ട് വ്യക്തികൾ മാത്രമല്ല, ഒരു സമൂഹം, നാനാജാതിയിൽപ്പെട്ട സമൂഹം നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം ക്ഷേത്രങ്ങളിൽ. ബാക്കിയുള്ള കലാരൂപം പോലെയല്ല തെയ്യം. അപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് വളരെ സന്തോഷമായി ചെയ്തു തന്നെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ചെയ്തു വന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലം, ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. ഇപ്പം കഴിഞ്ഞ വർഷം വരെ പ്രശ്നങ്ങളുണ്ടായി, കേട്ട് വിഷമമുണ്ട്, വളരെ വിഷമമാണ്. എന്നാൽ സാധാരണ രീതിയിൽ തെയ്യത്തിന് ഒരു അനുഷ്ഠാന പാരമ്പര്യം കൊണ്ട് ചെയ്ത് വരുന്ന ഒരു കാര്യത്തിനെല്ലാം ഒരു വ്യതിചലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് പറയുമ്പോൾ വിഷമമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കുന്ന, വീഡിയോസ് എടുക്കുന്നു, അതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളെല്ലാം അതിനെ കൊണ്ടുണ്ട്. മറ്റുള്ളവരെല്ലാം ഈ തെയ്യത്തെ പറ്റി മനസ്സിലാക്കാനും അറിയാനെല്ലാം സാധിക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി ദോഷം എന്ന് വെച്ചാൽ, ഇപ്പോൾ പുറമേയുള്ളവർ, ഇതിനറിയാത്തവർ ഇത് കണ്ട് ഭയങ്കരമായൊരു തെയ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ കണ്ടു അവർ ഈ തെയ്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാതെ കാണാൻ വരും. അപ്പോൾ അവർ വരുന്ന സമയം തെയ്യം എന്ന് പറയുന്നത് ദൈവമാണോ, അത് അനുഷ്ഠാനപരമായി ബന്ധപ്പെട്ടതാണോ, ഇത്രയും കാലം നമ്മളൊരു ക്ഷേത്രത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രം നിലനിർത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിൽ ഒരു ദേവീ ദേവനെയാണോ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഒരുപാട് വർഷം കാത്തിരുന്ന് കാണുന്നതെന്ന് ധാരണ നൽകുക. അവർ വരുന്ന ഇതുപോലെ റീൽസ് എടുക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നു. പുതിയ തലമുറയുടെ ആസ്വാദന രീതി തന്നെ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് തെയ്യത്തിന്റെ കാണുന്നത്. അത് പുതിയ തലമുറ എല്ലാവരും പറഞ്ഞൂടാ, കുറച്ച് ഭാഗം ആൾക്കാർ അങ്ങനെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ദൈവത്തിനെ മനസ്സിലാക്കാതെ കൊണ്ട് വരുന്നവർ, അപ്പോൾ റീൽസ് മാത്രം എടുക്കാൻ വരുന്നവർ. അപ്പോൾ തെയ്യം കണ്ടനാറുകടൻ എന്ന് പറയുന്ന ദൈവം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. വേറെന്ന് വെച്ചാൽ കണ്ടനാറുകടൻ ദൈവം നിങ്ങൾ പറഞ്ഞ പോലെ തീയിലകപ്പെടുന്ന തന്നെയാണ്. ദൈവം വയനാട്ടുവിൻ്റെ വില്ലിൻ്റെ സ്പർശം മൃഗമേറ്റ് മോക്ഷപ്രാപ്തി ദൈവികമായ ഫലമുണ്ടായ ഒരു ദൈവം. പക്ഷെ അതിന് വേണ്ടുന്ന ഒരു അനുഷ്ഠാന വഴിയുണ്ട്, അതിൻ്റെ ചടങ്ങുകൾ, കൃത്യത്തിലെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളെ വ്യതിചലിച്ചു പോകുമ്പോഴാണ് എനിക്ക് പ്രയാസം വരുന്നത്. അത് ഒരു പാരമ്പര്യം കൊണ്ട് നമ്മളുണ്ടാക്കിയതല്ല, ഒരു പാരമ്പര്യം കൊണ്ട് വലിയൊരു തലമുറ, പൂർവിക തലമുറ ഉണ്ടാക്കി വെച്ചൊരു പാരമ്പര്യമുണ്ട്, ഒരു അനുഷ്ഠാനമുണ്ട്, ഒരു ചടങ്ങുകളുണ്ട്. അതെല്ലാം നടത്തിക്കൊണ്ട് വന്നാൽ അതെല്ലാം സമൂഹത്തിന് അറിയുന്നതാണ്. അപ്പോൾ അത് നടത്തിക്കൊണ്ട് വന്നാൽ എന്തായാലും അത് പോരായ്മ വരില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഒരു തെയ്യക്കാരനായാലും അതിന് വ്യതിചലിച്ച് പോയാൽ അതിന് പ്രയാസം ഉണ്ടാവും, ആ കർമ്മപൂർത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ തെയ്യത്തിന് മനസ്സിലാക്കിയവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം മാനസിക വിഷമം ഉണ്ടാവും, നമ്മൾക്കായാലും മനസ്സിന് മുറിവുണ്ടാവും. അങ്ങനെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളിലുണ്ട്.
അപ്പോൾ സമർപ്പണത്തോടു കൂടി തന്നെ അനുഷ്ഠാന പാരമ്പര്യത്തോടു കൂടി തന്നെ കർമ്മം പൂർത്തിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെപ്പറ്റിയുള്ള പ്രയാസങ്ങളൊന്നും വന്നിട്ടുണ്ട്. അതായത് തെയ്യം അടിക്കാൻ പോകുന്നു, അതായത് തെയ്യം കെട്ടി നിൽക്കുന്ന ആ ഒരു കോലത്തിൽ തന്നെ ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു, പ്രകോപിതനാകുന്നു, പിന്നെ അതുപോലെ തന്നെ ബക്കറ്റ് വലിച്ചെറിയുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഈ ഒരു സീസണിൽ അഭിമുഖീകരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അത്രയും ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമൊന്നും ഒരു തെയ്യക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് ആ ദൈവമെന്നും ആ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തിലേക്ക് നമ്മൾ കാട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ വരെ ചെയ്തു വന്നൊരു സത്യകർമ്മമാണ് ദൈവം, തെയ്യം. അപ്പോൾ ആ കർമ്മം പാലിച്ചുകൊണ്ട് തന്നെ സത്യസന്ധമായ രീതിയിൽ ആ കർമ്മനിഷ്ഠയോടുകൂടി തന്നെ ആ അനുഷ്ഠാന കർമ്മം പാലിച്ചു കൊടുക്കേണ്ടത് നമ്മളെ ധർമ്മമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ആത്മസമർപ്പണം ഉണ്ടാവണം. ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല.